പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ദേവനാരായണൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ റൂമിലൊക്കെ ആരെങ്കിലും കയറി, അതായത് ഇപ്പോൾ നമ്മൾ വാതിലൊക്കെ തുറന്നിട്ടേക്കുന്നു. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് ആരെങ്കിലും ഇപ്പോൾ കയറിയെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ കാണാനൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തേന്ന് വെച്ചാൽ ഒരു ഡോർ അലാറം അല്ലെങ്കിൽ സെക്യൂരിറ്റി അലാറം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഇതിപ്പോൾ 2 ഡോറാന്ന് വയ്ക്കുക. നമ്മൾ ഈ ഡോറുമേ ഒരു സംഭവം ഫിറ്റ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് ഇങ്ങനെ ഒരു കടന്നു പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അലാറം അടിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിമ്പിൾ കാര്യമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് ആർഡിനോ ആണ്. ആർഡിനോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആർഡിനോ ഈസിയായിട്ട് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആർഡിനോ നാനോ ആണ്. ആർഡിനോ യുനോ, നാനോ, മെഗാ, അങ്ങനെ കുറേ ആർഡിനോകളുണ്ട്. ആർഡിനോയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാനും ഇൻപുട്ട് റീഡ് ചെയ്യാനും സാധിക്കും. അതാണ് ആർഡിനോയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ആർഡിനോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ ആർഡിനോ IDE എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. നമ്മൾ ഫോണിലും ഈ ആർഡിനോ ഈസിയായിട്ട് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന സെൻസർ IR സെൻസറാണ്. അൾട്രാസോണിക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്നൊക്കെ നോക്കണ്ടേ. ജസ്റ്റ് ഇൻട്രൊഡ്യൂഷൻ തന്നാണ് ഞാൻ. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് ഇട്ടാലോ. ഫ്രണ്ട്സ്, നമ്മളിവിടെ ആർഡിനോ എടുത്തിട്ടുണ്ട്. 3 ടൈപ്പ് ആർഡിനോ ഉണ്ട്: യുനോ, മെഗാ, നാനോ. ഇവിടെ നമ്മളെടുത്തേക്കണ ആർഡിനോ നാനോ ആണ്. പിന്നെ അത് നമ്മൾ കുത്താനുള്ള ഒരു കോഡ് വയർ, ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങാം. പിന്നെ ഒരു IR സെൻസർ, ആ 2 അറ്റത്ത് കാണാണ് റിസീവറും ട്രാൻസ്മിറ്ററും. പിന്നെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഒരു പൊട്ടൻഷ്യൽ റെസിസ്റ്റർ ഉണ്ട്. 3 പിന്നുണ്ട്, ഔട്ട്, GND, VCC. പിന്നെ നമ്മളൊരു 12 വോൾട്ടിൻ്റെ DC ബസർ എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 5 വോൾട്ടിൻ്റെയോ 2 വോൾട്ടോ ചെറിയ ബസറുകൾ എടുക്കാൻ ശ്രമിക്കുക, അതായത് വോൾട്ട്. പിന്നെ നമ്മളൊരു ബ്രെഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ വലിയ തടിയുള്ള പിന്നുകൾ ഇങ്ങനെ താഴ്ത്തോട്ടും ഏറ്റവും അറ്റത്തുള്ള ആ ലൈൻ കാണില്ലേ, റെഡും ബ്ലൂവും, അതുപോലെ നേരെ ആയിരിക്കും ഇതിൻ്റെ കണക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എടുത്തേക്കുന്നത് ജമ്പർ വയറാണ്. ഇത് മെയിൽ ടു ഫീമെയിൽ എടുത്തിട്ടുണ്ട്, മെയിൽ ടു മെയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആർഡിനോ നാനോ ബ്രെഡ് ബോർഡിൽ കുത്തുകയാണ്. അതായത് സെൻറ്ററിൽ കുറച്ച് പിന്നില്ലാത്ത ഭാഗമുണ്ട്. അത് നടുഭാഗം വന്ന രീതിയിൽ നന്നായിട്ട് കുത്തി ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ IR സെൻസറിമേ പിന്നുകൾ പിടിപ്പിക്കുക. ഏത് പിന്നിൽ ഏത് കളറ് വയറാ പിടിപ്പിക്കണമെന്ന് ഓർക്കുക. അതിന് ശേഷം നമ്മൾ ബസറിമേ ഇതുപോലെ ജമ്പർ വയർ ഇങ്ങനെ പിടിപ്പിക്കുക. ഇതുപോലെ പിരിച്ചോ എങ്ങനെയാണ് നിങ്ങൾക്ക് പിടിപ്പിക്കാം. കണ്ടോ, ഇതുപോലെ പിടിപ്പിക്കുക നിങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പിന്നുകളില്ല, നമ്മൾ കുത്തേണ്ട പരിപാടികളാണ്. ഇനി നമ്മൾ ആ VCC എന്ന് എഴുതിയേക്കണത് ആർഡിനോയിൽ 5+ എന്ന് എഴുതിയിട്ട് അതിൽ കുത്തും. GND എന്ന് എഴുതിയാൽ ആർഡിനോ GND ഉണ്ട്, അതിൽ കുത്തും. ആർഡിനോയിൽ എവിടെ GND ഉണ്ടെങ്കിൽ അവിടെ എവിടെ വേണമെങ്കിൽ കുത്താട്ടോ, അവിടെ കുത്തുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഏത് പിന്നിലാണോ പ്രോഗ്രാം ചെയ്യണത് അവിടെ കുത്തുക. ഞാൻ കുത്തണ പിൻ നിങ്ങൾ നോക്കണ്ട, പ്രോഗ്രാം ചെയ്യണ പിൻ കുത്തുക. ഇതിൻ്റെയൊക്കെ സർക്യൂട്ട് ഡയഗ്രം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്രോഗ്രാമിങ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതൊരു D6ലാണ് കുത്തിയേക്കുന്നത്. D5 കുത്തിയാണെങ്കിൽ ടെക്കും കൂടിയും ചേർത്താൽ D5 ടെക്. അപ്പോൾ നമ്മുടെ IR സെൻസറിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബസറിൻ്റെയാണ്. ബസറിൻ്റെ മൈനസ് വയർ IR സെൻസറിൻ്റെ GND എഴുതിയില്ലേ അതിൻ്റെ അവിടെ കുത്തുക. പിന്നെ ബസറിൻ്റെ പ്ലസ് വയർ ഡിജിറ്റൽ പിന്നിൽ ഒരു D9 കുത്തുക. നമ്മുടെ മുകളിലത്തെ ഭാഗം ഡിജിറ്റൽ പിന്നും മേന്ന് എഴുതിയത് അനലോഗുമാണ്. നമ്മൾ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആർഡിനോ IDE എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അത് കിട്ടും. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിങ്, വളരെ ഈസിയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു നമ്പർ ഇവിടെ കാണിക്കണല്ലേ, ആ നമ്പറിൽ വിളിച്ചാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡിനോൻ്റെ പ്രോഗ്രാമിങ് വരുന്നത്. കണ്ടോ, ഈസി ആയിട്ട് പ്രോഗ്രാമിങ് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ പോർട്ട് സെലക്ട് ചെയ്യുക, നമ്മൾ ആർഡിനോ കുത്തിയിട്ട്. അതിന് ശേഷം അപ്ലോഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് ഞെക്കി കഴിഞ്ഞാൽ ആ സംഭവം അപ്ലോഡ് ആവും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതുപോലെ അപ്ലോഡ് ആവും. ഫോണിലും ചെയ്യാം കേട്ടോ, ഫോണിലുള്ള സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്, ഫോണിലും ചെയ്യാം. പ്ലേ സ്റ്റോറിൽ കിട്ടും. ആർഡിനോ IDE എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇത് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ സർക്യൂട്ട് ഡയഗ്രം കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. നമ്മളൊരു 9 വോൾട്ട് ബാറ്ററിയുടെ കണക്ടർ എടുക്കുക. അതിന് ശേഷം അവിടെ VIN ഏറ്റവും അറ്റത്ത് കാണാം, അവിടെ 9 വോൾട്ട് ബാറ്ററി കണക്ടറിൻ്റെ പ്ലസ് പിൻ കുത്തുക.
പിന്നെ GNDയിൽ നമ്മുടെ ബാറ്ററിയുടെ മൈനസ് പിൻ കുത്തുക. GNDയിൽ ഇപ്പം 3 വയറായി, 9 വോൾട്ട് ബാറ്ററി, IR ബസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രം കാണിച്ചു തരാം. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം ആർഡിനോ യൂനോ നടുക്കുള്ള നമ്മുടെ ബസറിൻ്റെ പ്ലസ് വയർ D9 കൊടുത്തു. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് ഏതാണോ അതനുസരിച്ച് കൊടുക്കാം. നമ്മൾ പിന്നെ പ്രോഗ്രാം ചെയ്തപ്പോൾ ഒരു സംഭവം ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 8 സെക്കൻഡ് വെയിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ 8 സെക്കൻഡ് ഇത് ഓൺ ആവില്ലെങ്കിൽ കള്ളം പെട്ടെന്നെങ്ങാനും ഓടിപ്പോയി കഴിഞ്ഞാൽ സെൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ് കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഉണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിക്കുക, എല്ലാം ഒട്ടിച്ച് സെറ്റാക്കുക. നമ്മുടെ പ്രോഗ്രാമിങ് ഇത്ര ഉള്ളൂ. നമ്മുടെ ഈ IR ഒരു സംഭവം ഡിറ്റക്റ്റ് ചെയ്താൽ, ഒരു സംഭവം ഡിറ്റക്റ്റ് ചെയ്ത് 8 സെക്കൻഡ് അത് ഓണായിരിക്കണം ബസർ, എൽസ് അല്ലെങ്കിൽ അതെല്ലാം ഓഫാണ്. അത്ര ഉള്ളൂ പ്രോഗ്രാമിങ്. നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്കോ നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം. കുറച്ച് ഭംഗിക്കുറവൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ബ്രെഡ് ബോർഡ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ നമ്മൾ ചെയ്തില്ലേ ഒരു സംഭവം, അതിൻ്റെ സർക്യൂട്ട് നോക്കി നിങ്ങൾ അല്ലാണ്ട് ഫിറ്റ് ചെയ്താലും മതി കേട്ടോ. നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ ശരിയായി. നമ്മൾ കൈ വയ്ക്കുമ്പോൾ ടീ എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാമല്ലോ ഇല്ലേ? അപ്പോൾ കൈ വരുമ്പോൾ അവിടെ രണ്ടാമത്തെ ലൈറ്റും കത്തുന്നുണ്ട് ഉണ്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമ്മുടെ ബാക്കിലത്തെ ആ ടേപ്പില്ലേ നമ്മുടെ എന്താണ് ബ്രെഡ് ബോർഡിൻ്റെ, അത് വെച്ച് നമ്മൾ വാതിലിൽ എവിടെയെങ്കിലും ഒട്ടിക്കുക. ഇതുപോലെ ഒട്ടിക്കുക നിങ്ങൾ ഉണ്ടല്ലോ. ഇനി ആരെങ്കിലും ഇതുവഴി പോയി കഴിഞ്ഞാൽ സെൻസ് ചെയ്യും. ശരിക്കും ഇത് ആർഡിനോ യൂനോ മാത്രമായിട്ട് ചെയ്താണ് വെക്കേണ്ട, ആരും കാണാത്ത രീതിയിൽ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചെന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ. നമുക്ക് നേരെ വർക്കിങ്ങിലേക്ക് ഇട്ടാലോ. ഒരു ഹോം സെക്യൂരിറ്റി അലാറം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഈസി ആയിരുന്നു. അത് നമ്മൾ നമ്മുടെ ഡോറുമൊക്കെ ഫിക്സ് ചെയ്യും. ഡോറുമ ഫിക്സ് ചെയ്ത് ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ അപ്പോൾ അലാറം അടിക്കും. പിന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയുകയാണെങ്കിൽ ഫോണിലേക്ക് കോൾ വരും. അപ്പോൾ അതേ ഒരു ഫോൺ റിലേയോ അല്ലെങ്കിൽ ആർഡിനോയിലൊക്കെ പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ആരെങ്കിലും റൂമിൽ കയറുകയാണെങ്കിൽ ഫോണിലേക്ക് കോൾ പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊരു സ്കൂളൊക്കെ എക്സിബിഷനൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രൊജക്റ്റാണ്. ആർഡിനോയുടെ പ്രൊജക്റ്റ് പോലെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ പ്രോഗ്രാമൊക്കെ ചെയ്തു. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോകൾ വരാൻ വേണ്ടി ഡിവൈഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥല ബെല്ലേക്കും കാണില്ലേ തൊട്ടൊന്ന് എനേബിൾ ഇതോളിടുക. എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഞാൻ വല്ലപ്പോഴേക്ക് വീഡിയോ ഇടുക, അതിന് പേടിക്കണ്ട. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ദേവനാരായണൻ സൈനിങ് ഔട്ട്.